ടുഡേസ് ഡിബേറ്റിലേക്ക് സ്വാഗതം. രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടനയിലും അതൃപ്തി പുകയുകയാണ് കോൺഗ്രസിൽ. എല്ലാവിധ മാനദണ്ഡങ്ങളും അട്ടിമറിച്ചെന്ന് മാത്രമല്ല, രാഷ്ട്രീയകാര്യ സമിതിയുടെ ലക്ഷ്യത്തെ തന്നെ മാറ്റിമറിച്ചെന്നും കെ.സി. വേണുഗോപാൽ പക്ഷത്തെ കുത്തിനിറച്ചെന്നും ആരോപണമുയരുമ്പോൾ ഇതിലെ വാസ്തവം എന്ത് എന്നാണ് ഇന്ന് ടുഡേസ് ഡിബേറ്റ് പരിശോധിക്കുന്നത്. അതിഥികളായി ശ്രീ എ. സജീവൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, ജോർജ് പൊടിപ്പാറ, മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ജോർജ് പൊടിപ്പാറയിലേക്ക്. ജോർജ് പൊടിപ്പാറ, വളരെ കുറച്ച് അംഗങ്ങൾ മാത്രം ചേർന്ന വിഷയങ്ങളിൽ വളരെ വേഗം തീരുമാനമെടുക്കാനുള്ളൊരു സംവിധാനം, അതിൽ അംഗങ്ങളുടെ ബാഹുല്യം കൊണ്ട് അതിനെ ഒരു ജംബോ കമ്മിറ്റി ആക്കുന്നു എന്നത് മാത്രമല്ല, പ്രശ്നങ്ങളും തർക്കങ്ങളും ഒട്ട് തീരുന്നില്ല താനും. തീർച്ചയായിട്ടും കഴിഞ്ഞ തവണത്തെ അതായത് നിലവിലുണ്ടായിരുന്ന രാഷ്ട്രീയകാര്യ സമിതിയായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അന്നത് 2018 രൂപീകരിക്കുന്ന സമയത്ത്, അല്ല 2016 21 അംഗങ്ങളുമായിട്ടാണ് രാഷ്ട്രീയകാര്യ സമിതി രൂപീകരിച്ചത്. പിന്നീട് അതിൽ നിന്ന് 3 അംഗങ്ങൾ കുറഞ്ഞു. ഇപ്പൊ നിലവിൽ 18 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോ പുനഃസംഘടിപ്പിച്ചപ്പോൾ അത് 36 പേരായി. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് KPCCയുടെ കാര്യത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് പോലെ 18-ൽ നിന്ന് 36-ലേക്കുള്ള ആ ഒരു വർധന എന്ന് പറയുന്നത് വീണ്ടും ആ പഴയ ആരോപണം ഉയർന്നു വരാൻ ഇടയാക്കിയോ എന്ന് വേണമെങ്കിൽ സംശയിക്കാം. അതായത് 36 അംഗ ജംബോ കമ്മിറ്റി, രാഷ്ട്രീയകാര്യ സമിതി ഒരു ജംബോ കമ്മിറ്റി ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുമ്പോൾ കഴിയുന്നിടത്തോളം പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിയുന്നത്ര ആരോപണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കുറച്ച് ആളുകൾ കൂടുതലായാലും ആരോപണങ്ങളും തർക്കങ്ങളും ഒക്കെ പോകട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നേതാക്കളെല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു സമിതിയിൽ വരുന്നത് നല്ലതായിരിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് പൊതുവിൽ ഈ കമ്മിറ്റിയിലേക്ക് പുതുതായിട്ട് നോമിനേറ്റ് ചെയ്തവരുടെ കൂട്ടത്തില് നേരത്തെ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്ന ചെറിയാൻ ഫിലിപ്പുണ്ട്. അതുപോലെ തന്നെ നേരത്തെ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് രാജിവെച്ച VM സുധീരനുണ്ട്. വേണമെങ്കിൽ കഴിഞ്ഞ KPCC യോഗത്തിലൊക്കെ VM സുധീരൻ കെ സുധാകരനായിട്ട് ഉടക്കുകയും കെ സുധാകരൻ പരസ്യമായിട്ട് വിമർശിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ എങ്കിലും അദ്ദേഹത്തെ ഇപ്പോൾ ഒഴിവാക്കിയാൽ അതിന്റെ പേരിലാണെന്നുള്ളൊരു വ്യാഖ്യാനം വന്നേക്കാം. അതായത് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 36 അംഗ സമിതിയിൽ 4-5 MP-മാരൊഴിച്ച് ബാക്കി എല്ലാ MP-മാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രമുഖ നേതാക്കളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. A ഗ്രൂപ്പിനാണ് ഇപ്പൊ ഏറെക്കുറെ കൂടുതൽ പരാതിയുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ കുറെ പേരുകൾ നിർദ്ദേശിച്ചെങ്കിലും അതിൽ ഷാഫി പറമ്പിൽ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നൊരു പരാതിയുണ്ട്. മുതിർന്ന നേതാവായിട്ടുള്ള KC ജോസഫോ അങ്ങനെയുള്ള A ഗ്രൂപ്പിന്റെ, പക്ഷെ ബെന്നി ബെഹനാൻ ഇപ്പോഴും അതിനകത്തുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും പരാതി കുറച്ച് നാളായിട്ട് A ഗ്രൂപ്പ് തഴയപ്പെടുന്നു എന്നൊരു വികാരം അവർക്കുണ്ട്. ആ വികാരത്തിന്റെ ഒരു ഈ കമ്മിറ്റിയിൽ 36 അംഗങ്ങളാക്കിയിട്ടും A ഗ്രൂപ്പിൽ നിന്ന് അവരാഗ്രഹിക്കുന്ന അത്രയും പ്രാതിനിധ്യമില്ല എന്നൊരു പ്രധാന വിഷയമായി മാറില്ല. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നത് ഒരുപക്ഷെ ഈ പരാതിയുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലാണെങ്കിൽ ആ ലക്ഷ്യത്തെ തന്നെ ഇത് റദ്ദ് ചെയ്യുന്നുണ്ടോ? ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ആ 36 അംഗ സമിതിയിലേക്ക് പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഒഴിവാക്കാവുന്ന ആളുകളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇപ്പൊ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അല്ല KC ജോസഫ് ഇതിനകത്തുണ്ട്. അപ്പൊ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ബെന്നി ബെഹനാനുണ്ട്, അടൂർ പ്രകാശുണ്ട്, MK രാഘവൻ, TN പ്രതാപൻ, ആന്റോ ആന്റണി, ഹൈബി ഈഡൻ, PC വിശ്വനാഥ്, ഷാനിമോൾ ഉസ്മാൻ, M ലിജു, T സിദ്ദീഖ്, AP അനിൽകുമാർ, സണ്ണി ജോസഫ്, റോജി M ജോൺ, N സുബ്രഹ്മണ്യൻ. അങ്ങനെ നോക്കുമ്പോൾ ഈ പട്ടികയിലുള്ളവരിൽ ആരെയാണ് ഒഴിവാക്കുക? ആരെ ഒഴിവാക്കിയിട്ടാണ് പുതിയ ആളുകളെ എടുക്കുക? ഇതിലിപ്പോ ആരെ ഒഴിവാക്കിയാലും ഒരു ഗ്രൂപ്പ് തീർച്ചയായിട്ടും പരാതി പറയും. ഇപ്പോ ഇവിടുത്തെ ആരോപണം എന്താണെന്ന് വെച്ചാൽ മുൻപ് 2 ഗ്രൂപ്പുകളായിരുന്നു. അതായത് A ഗ്രൂപ്പും അതുപോലെ തന്നെ വിശാല I ഗ്രൂപ്പും. ഇപ്പോ എന്ന് പറഞ്ഞാൽ ആ വിശാല I ഗ്രൂപ്പിനകത്ത് KC വേണുഗോപാൽ എന്ന് പറയുന്ന പുതിയ അധികാര കേന്ദ്രം, അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ, അവര് കൂടി വന്നപ്പോ സ്വാഭാവികമായിട്ടും ആ വിഭാഗത്തിന് കൂടുതൽ പ്രാതിനിധ്യം വരുന്നു. മറുവിഭാഗങ്ങൾ തഴയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു കേന്ദ്രത്തിലെ സ്വാധീനം ഉപയോഗിച്ച് AICCയിലെ അദ്ദേഹത്തിന്റെ കരുത്ത് ഉപയോഗിച്ച് ഇപ്പോ പുനഃസംഘടിപ്പിച്ച രാഷ്ട്രീയകാര്യ സമിതിയിൽ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി എന്നുള്ളതാണ് A ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്ന പരാതിയിൽ പിന്നിലെ യഥാർത്ഥ കാര്യം. അതാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തം. പക്ഷേ നമ്മൾ ഈ പട്ടിക പരിശോധിക്കുമ്പോൾ, ഈ 36 അംഗ പട്ടിക പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് ആരാണ് കൂടുതൽ മികച്ചവർ, ആരാണ് മോശക്കാരെന്ന് പറയാനാവാത്ത വിധം ഇപ്പൊ പുതിയ തലമുറ എന്നാണെങ്കിൽ അങ്കമാലി MLA റോജി M ജോൺ അടക്കമുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു സ്ത്രീ, ഒരു ഷാനിമോൾ ഉസ്മാൻ മാത്രം ഉണ്ടായിരുന്ന നേരത്തെ സമിതിയിൽ ഒരു വനിതാ പ്രാതിനിധ്യം കേവലം 1 മാത്രമായിരുന്നു. ഇത്തവണ അത് 3 ആക്കിയിട്ടുണ്ട്. ഷാനിമോൾ ഉസ്മാനെ കൂടാതെ PK ജയലക്ഷ്മിയും അതുപോലെ തന്നെ പത്മജ വേണുഗോപാലും ഉൾപ്പെട്ടിട്ടുണ്ട്.
അപ്പൊ സ്വാഭാവികമായിട്ടും AICC ചെയ്തിരിക്കുന്നത് അങ്ങനെ അങ്ങോട്ട് തഴഞ്ഞു, കഴിവുള്ളവരെ ഒഴിവാക്കി. കുറെ കൂടി കഴിവുള്ളവരുണ്ട്, അവരെ കൂടി അവർക്കും വേണമെങ്കിൽ ആഗ്രഹിക്കാം ഉൾപ്പെടുത്തേണ്ടതായിരുന്നു, ഞങ്ങൾ എന്താ മോശക്കാരാണോ എന്ന് ചിന്തിക്കാമെങ്കിൽ പോലും ഇതിനകത്ത് ഉൾപ്പെടുത്തപ്പെട്ടവര് കോൺഗ്രസിലെ കരുത്തന്മാർ തന്നെയാണ്. സജീവം അല്ലാത്ത ആളുകളെ ഉൾപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ VM സുധീരനെ ആണോ എന്നെനിക്ക് സംശയം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ശിവനാട് രാജശേഖരനെ പോലെയുള്ളവരെയൊക്കെയാണോ ഇവർ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും സീനിയോറിറ്റിയും അതുപോലെ തന്നെ യുവത്വവും വനിതാ പ്രാതിനിധ്യവും ഒക്കെ കുറെ കൂടി ബാലൻസ് ചെയ്ത് കുറച്ചുകൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു സമിതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പറയുന്നത്ര ആരോപണങ്ങൾ ഉന്നയിക്കാൻ, വിമർശിക്കാൻ തക്ക പോലെയുള്ള ഒരു കമ്മിറ്റി ആണോ ഇത്? ഇപ്പോ ശശി തരൂർ പറഞ്ഞതുപോലെ ഇതിപ്പോ ഒരു ജംബോ കമ്മിറ്റി എന്ന് കോൺഗ്രസിന്റെ ഒരു ഇതനുസരിച്ചിട്ട് ഈ രാഷ്ട്രീയകാര്യ സമിതി ഒരു ജംബോ കമ്മിറ്റിയാണെന്ന് പറയാൻ കഴിയില്ല. അത് അത്രത്തോളം വലിയൊരു ജംബോ കമ്മിറ്റിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാണ് ശശി തരൂർ അടക്കം പറഞ്ഞിട്ടുള്ളത്. പൊതുവെ ഇത്തരം കാര്യങ്ങളിൽ നിഷ്പക്ഷമായിട്ട് അഭിപ്രായം പറയുന്ന ഒരാളാണ്. അദ്ദേഹം പോലും പറയുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതൊരു ജംബോ കമ്മിറ്റിയാണെന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് അങ്ങനെ ഒരു ആരോപണത്തോട് അദ്ദേഹത്തിന് യോജിപ്പില്ല എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വരാനിരിക്കുന്ന വലിയ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വലിയ പ്രകടനം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കഴിയുന്നത്ര നേതാക്കളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവരുടെ എല്ലാം എന്താ പറയുക ട്രാക്ക് റെക്കോർഡും അതുപോലെ തന്നെ അവരുടെ അനുഭവ സമ്പത്തും അവരുടെ കഴിവും ഒക്കെ വിനിയോഗിക്കാൻ പറ്റിയ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറെ കൂടി സർഗാത്മകമായി, കുറെ കൂടി പ്രായോഗികമായി, അതുപോലെ തന്നെ പ്രയോജനപ്രദമായിട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് നന്നായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കമ്മിറ്റി 36 അംഗ കമ്മിറ്റി കൂടുന്നതും അതിലെല്ലാവരും പങ്കെടുക്കുന്നതും പലരും കൂടിയ പാമ്പ് ചാവില്ല എന്ന് പറഞ്ഞ പോലെ എണ്ണം കൂടുന്തോറും അഭിപ്രായ വ്യത്യാസങ്ങളും വിമർശനങ്ങളും ഒക്കെ കോൺഗ്രസിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ അത് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു അത് നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ട് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുന്നതിനേക്കാൾ പ്രധാന നേതാക്കളെ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിലഷണീയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സജീവൻ, നോക്കൂ, ആ നിലയിലാണോ നമ്മൾ ഇതിനെ കാണേണ്ടത്? 36 പേര് വരുമ്പോൾ അതിൽ A ഗ്രൂപ്പിൽ നിന്ന് 2 പേർ മാത്രമെന്നാണ് അവർ ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇപ്പോൾ അർഹതയുള്ളവരെ പോലും തഴയപ്പെട്ടു എന്ന വിമർശനം, അങ്ങനെ ഒരു വിമർശനം ഉയരുമ്പോൾ അത് എത്രമാത്രം കാതലുള്ളതാണ്? ഇതിൽ 2-3 കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഒന്ന്, പേ വിഭാഗം പറയുന്ന പോലെ ഞങ്ങളെ പൂർണ്ണമായിട്ടും താഴ്ന്നുകൊണ്ടുള്ള ഒരു കമ്മിറ്റി എന്നാണ് അവർ പറയുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തേത്, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊരു രാഷ്ട്രീയകാര്യ സമിതിയുടെ ആവശ്യം എന്ത് എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, ഇതുകൊണ്ട് നേരത്തെ തന്നെ ഇപ്പൊ രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറയുന്നത് ഇപ്പോഴുണ്ടാക്കിയ കാര്യമല്ല, അത് പുനഃസംഘടിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ നേരത്തെ തന്നെ രാഷ്ട്രീയകാര്യ സമിതിയുണ്ട്. അതിനെക്കുറിച്ച് കോൺഗ്രസിലെ ഈ പ്രമുഖ നേതാക്കന്മാർ പലരും പറഞ്ഞിട്ടുള്ള കാര്യം, ഇതൊരിക്കലും കൂടാറില്ല, കൂടിയിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യം നമ്മൾ നോക്കേണ്ട ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുക. അപ്പോൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട ഒരു ശക്തി സമാഹരിക്കാൻ വേണ്ടിയായിരിക്കണം ഓരോ പാർട്ടിയും ഓരോ മുന്നണിയും ശ്രമിക്കേണ്ടത്. ഇപ്പൊ CPM-ലൊക്കെ ആണെങ്കിൽ അവരുടെ ബ്രാഞ്ച് മുതൽ മുകൾത്തട്ടിലേക്കുള്ള സംവിധാനങ്ങൾ അവർ പുതിയ അതിനുവേണ്ടി ലോക്സഭ വരുമ്പോഴേക്ക് പുതിയ രാഷ്ട്രീയകാര്യ സമിതികളോ ആലോചനാ സമിതികളോ ഒന്നും ഉണ്ടാക്കുന്നില്ല. ആ ബ്രാഞ്ച് മുതലുള്ള സമിതികളുടെ ശാക്തീകരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനം കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട്. ഇതേ കാര്യം CPI-യിലുണ്ട്, മുസ്ലിം ലീഗിലുണ്ട്, ഒക്കെ ഉണ്ട്, BJP-യിലും ഉണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറത്തേക്കുള്ളത് ഇത് BJP-യെ സംബന്ധിച്ച ദേശീയ തലത്തിൽ അവർ അത് ശരിയായ കാര്യമാണെന്ന് നമ്മൾ പറയാൻ പറ്റില്ലെങ്കിൽ പോലും അവർ ചെയ്തൊരു കാര്യം, പുതിയൊരു കമ്മിറ്റി ഉണ്ടാക്കി, പുതിയൊരു സമിതി ഉണ്ടാക്കിയത് മറ്റു പാർട്ടികളിൽപ്പെട്ട BJP വിരുദ്ധരായിട്ടുള്ള MP-മാരെ ഇപ്പുറത്തേക്ക് ചാടിക്കാൻ വേണ്ടിയിട്ട്, അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്, ചാക്കിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയാവുന്ന രൂപത്തിലുള്ള ഒരു സമിതി ഉണ്ടാക്കി. അവരുടെ പണി അതാണ്. അതിലൊക്കെ പ്രത്യേകമായ താല്പര്യമുണ്ട്. കാരണം ജനസ്വാധീനമുള്ള MP-മാരെ, മറ്റു പാർട്ടികളിൽപ്പെട്ട ആളുകളെ, ജനപ്രതിനിധികളെ അവരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ മണ്ഡലം കൂടി ഇപ്പുറത്തേക്ക് പോരും എന്നുള്ള താല്പര്യം. ഈ രീതിയിലൊക്കെ ആയിരിക്കണം രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കേണ്ടത്. ഇവിടെ KPCC എന്ന് പറയുന്ന ഒരു സംവിധാനം, അത് പണ്ട് KPCC എന്ന് പറയുന്നതിന്റെ അത് വളരെ കൃത്യമായിട്ടും ഒരു ഒതുങ്ങിയ രൂപത്തിലുള്ള ഒന്നായിരുന്നു, വളരെ ശക്തമായ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നായിരുന്നു. ഇപ്പോൾ KPCC പ്രസിഡന്റ് ഉണ്ട്, അദ്ദേഹത്തെ സഹായിക്കാനോ സഹായിക്കാതിരിക്കാനോ ഒക്കെ ആയിട്ടുള്ള വൈസ് പ്രസിഡന്റുമാരുണ്ട്, ജനറൽ സെക്രട്ടറിമാർ ധാരാളം ആളുകളുണ്ട്, അതിലും എത്രയോ സെക്രട്ടറിമാരുണ്ട്. ഇങ്ങനെ
നിരവധി ആളുകൾ, അത് KPC എന്ന് പറയുന്ന അവരുടെ നിർവാഹക സമിതി എന്ന് പറയുന്ന അതിനേക്കാൾ വല്ല, ഇതിനൊക്കെ എന്താണ് ചുമതല? ഈ കാര്യങ്ങൾ അവർ അത് കൃത്യമായിട്ട് നടപ്പാക്കിയാൽ ഓരോ KPCC വൈസ് പ്രസിഡന്റിനും ജനറൽ സെക്രട്ടറിക്കും സെക്രട്ടറിമാർക്കും അല്ലെങ്കിൽ KPC ഭാരവാഹികൾക്കും ഓരോ മണ്ഡലത്തിന്റെയോ അല്ലെങ്കിൽ ജില്ലയുടെയോ ഒക്കെ ചുമതല കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ അവർക്ക് രാഷ്ട്രീയമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. പിന്നീട് എന്തിനാണ് രാഷ്ട്രീയകാര്യ സമിതി? ഈ രാഷ്ട്രീയകാര്യ സമിതി കൂടുന്ന മുഴുവൻ തല്ലുകൂടാനാണ് എന്ന് നേതാക്കന്മാർ തന്നെ പറഞ്ഞ് നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഇനി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച കോൺഗ്രസ് MP-മാരിൽ ആകെ ഒരാൾ മാത്രമാണ് മാറുന്നത് എന്നാണ് നമുക്കറിയുന്നത്. പ്രഖ്യാപനം വന്നില്ലെങ്കിൽ പോലും സുധാകരൻ പറഞ്ഞു ഞാനില്ല. ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം എല്ലാവരും അതേപടി തന്നെ നിൽക്കട്ടെ എന്നാണ്. അതിൽ സുധാകരന് പക്ഷേ KPC പ്രസിഡന്റ് സ്ഥാനം അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തോ ആവട്ടെ, അദ്ദേഹം പറഞ്ഞു ഞാനില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ മത്സരിക്കുന്ന കാര്യം ഉറപ്പാണ്. അപ്പൊ അങ്ങനെ ഒരു ജനപ്രതിനിധിയായിട്ട് ഇന്നയാൾ മതി എന്ന് ആലോചിച്ച് രാഷ്ട്രീയത്തിൽ ചർച്ച നടത്തിയിട്ട് തീരുമാനിക്കേണ്ട കാര്യമില്ല. പിന്നീട് എന്താണുള്ളത്? ഇതുകൊണ്ട് ഇപ്പോ ഈ സമയത്ത് നേരത്തെ തന്നെ കോൺഗ്രസിനകത്ത് എന്ത് സംഭവം പുനഃസംഘടിപ്പിച്ചാലും തർക്കമുണ്ടാകും. ഇപ്പോൾ ഈ പുനഃസംഘടന കൊണ്ട് ഒരു നേട്ടവും രാഷ്ട്രീയമായിട്ട് ആ പാർട്ടിക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യം മാത്രമല്ല, അതിപ്പോൾ തർക്കത്തിലേക്ക് പോയിരിക്കുന്നു. ആ തർക്കത്തിൽ ഈ പ്രശ്നമുണ്ട്. ഇപ്പൊ ഇവര് പറയുന്ന പോലെ നേരത്തെ ഒപ്പം എ ഗ്രൂപ്പുകാരനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതിൽ പെടുത്താൻ പറ്റില്ല, സിദ്ദിഖിനെ പെടുത്താൻ പറ്റില്ല. ഇങ്ങനെ പല ആളുകളെയും എ ഗ്രൂപ്പിന്റെ ആളുകളായിട്ട് പെടുത്താൻ പറ്റില്ലല്ലോ. അവരൊക്കെ മാറി മാറി പോയി കഴിഞ്ഞു. നേരത്തെ 2 ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 2 അല്ല. നേരത്തെ പൊടിപ്പാറോട് പറഞ്ഞ പോലെ 2 ഗ്രൂപ്പും അല്ല. KC വേണുഗോപാലിന്റെ ഗ്രൂപ്പ് ഒരു തരത്തിൽ തന്നെയുണ്ട്. അതിനോട് ചേർന്നിട്ടാണെങ്കിൽ സുധാകരന്റെ ഗ്രൂപ്പ് വേറൊന്നായിട്ടും VD സതീശന്റെ ഗ്രൂപ്പ് വേറൊന്നായിട്ടും ഉണ്ട്. പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നപ്പോ ഇവിടെ ഈ കോഴിക്കോട്ടൊക്കെ പറഞ്ഞത് സിദ്ദിഖിന്റെ ഗ്രൂപ്പുകാർ എന്ന രീതിയിൽ ഗ്രൂപ്പ് ഉണ്ട് പോലും. അപ്പൊ ഇതേപോലെ ഗ്രൂപ്പുകൾ കൂടുതലായിട്ട്, അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെ ആളുകളെ ഉൾപ്പെടുത്തേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു തരത്തിൽ പോകുന്നതുകൊണ്ട് ആ പാർട്ടിക്ക് എന്താണ് നേട്ടം? അടിത്തട്ടിൽ നേരത്തെ തീരുമാനിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് യൂണിറ്റ് കമ്മിറ്റികൾ ശക്തമാക്കുക എന്നുള്ള സുധാകരൻ KPC പ്രസിഡന്റ് ആയ സമയത്തെ പറഞ്ഞത്. ആ യൂണിറ്റ് കമ്മിറ്റികൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ പലപ്പോഴും പല ആളുകളും ചോദിക്കുമ്പോൾ യൂണിറ്റ് കമ്മിറ്റികളൊക്കെ ചിലയിടത്തൊക്കെ പേരിലുണ്ട് എന്നല്ലാതെ ഒരു തരത്തിലുള്ള പ്രവർത്തനമില്ല. ഇപ്പം CPM-ന്റെ ബ്രാഞ്ച് പോലെയോ ലോക്കൽ കമ്മിറ്റി പോലെയോ ഏരിയ കമ്മിറ്റി പോലെയൊക്കെ പ്രവർത്തിക്കുന്ന, ശക്തമായ രൂപത്തിൽ പ്രവർത്തിക്കുന്ന, എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഇപ്പൊ BJP-യുടെ CPM മാത്രമല്ല BJP-യുടെ ഈ കമ്മിറ്റികൾ പോലെയൊക്കെ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്മിറ്റികളല്ല കോൺഗ്രസിന്റെ യൂണിറ്റ് കമ്മിറ്റി. ശരിക്കും ഇവർ ചെയ്യേണ്ട ഈ ജംബോ കമ്മിറ്റി എന്ന പേരിൽ, രാഷ്ട്രീയകാര്യ സമിതി എന്ന പേരിൽ ജംബോ കമ്മിറ്റി അനാവശ്യമായിട്ട് സ്വയംദ്രോഹ കമ്മിറ്റി ആയിട്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഈ യൂണിറ്റുകൾ ശക്തിപ്പെടുത്തുക, അടിത്തറ ശക്തമാക്കുക എന്നുള്ള. ആ അടിത്തറ ശക്തമാക്കൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കോൺഗ്രസ്സുകാരത് സമ്മതിക്കുമോ ഇല്ലെന്ന് അറിയില്ല. എന്നാൽ പോലും എനിക്ക് തോന്നിയിട്ടുള്ളത് കോൺഗ്രസിന് ഗുണകരമായിട്ടുള്ള ഒരു നടപടിയല്ല ഇപ്പോൾ ഈ രാഷ്ട്രീയകാര്യ സമിതിയുടെ പുനഃസംഘടന എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചർച്ചയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ശ്രീ ജോർജ് പൊടിപ്പാറ, അപ്പോൾ താങ്കൾ ആദ്യഘട്ടത്തിൽ ചോദിച്ചു ആരെയാണ് ഇതിൽ ഒഴിവാക്കാൻ പറ്റുക, എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതിൽ ഇടം പിടിക്കേണ്ടവരല്ലേ എന്ന്. പക്ഷെ നോക്കൂ, ഇപ്പോൾ ഈ പട്ടികയിൽ വന്നിട്ടുള്ള ആളുകൾ, VM സുധീരൻ, നമുക്കറിയാം ഈ അടുത്ത കാലത്ത് അദ്ദേഹം നേതൃത്വത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയ ആളാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കെതിരെ പരസ്യമായി നിലപാടെടുത്തതാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, വ്യത്യസ്തമല്ല അദ്ദേഹത്തിന്റെ സാഹചര്യം. ശശി തരൂർ, MK രാഘവൻ, അങ്ങനെ നേതൃത്വത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ വിമത ശബ്ദം ഉയർത്തുന്ന ആളുകളെയൊക്കെ കൂട്ടി നിർത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഈ പുനഃസംഘടനയ്ക്കുണ്ടോ? തീർച്ചയായിട്ടും അതൊരു നല്ല നടപടിയല്ലേ. അതായത് നേതൃത്വത്തെ വിമർശിക്കുന്നവരെ സമിതികളിൽ നിന്ന് പുറത്താക്കുന്നതാണോ നല്ല രാഷ്ട്രീയം? ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. അതായത് നേതൃത്വം വിമർശിക്കപ്പെടേണ്ടതാണ്. ചിലപ്പോൾ ആ വിമർശനങ്ങൾ അസ്ഥാനത്താകാം അല്ലെങ്കിൽ അനാവശ്യമാകാം. എങ്കിൽ പോലും വിമർശിക്കുന്നു എന്നതിന്റെ പേരിൽ ഇപ്പൊ മുല്ലപ്പള്ളി രാമചന്ദ്രനെയോ അല്ലെങ്കിൽ VM സുധീറിനെയോ ശശി തരൂരിനെയോ ഒക്കെ കേരളത്തിലെ ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന്, കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല. സുധീരനൊക്കെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോയ ആളെ, വല്ലപ്പോഴും കയറി വരുന്ന ആളെ എന്നൊക്കെ വിമർശനം ഉന്നയിച്ചത് KPCC പ്രസിഡന്റ് തന്നെയാണ് പരസ്യമായി മാധ്യമങ്ങളോട്. അപ്പോൾ അതുകൂടി കൊണ്ടാകില്ലേ ഇപ്പോൾ ഇവരുടെയൊക്കെ വരവിനെതിരെ ഇങ്ങനെ ഒരു അതൃപ്തി കൂടി ഉണ്ടാകുന്നത്? ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ
KPCC പ്രസിഡന്റും അതുപോലെ കേരളത്തിനകത്തുള്ള ആളുകളും വിമർശിക്കുന്നത് അവരുടേതായ ഒരു പെർസ്പെക്റ്റീവ് വെച്ചുകൊണ്ടാണ്. അവരെ എതിർക്കുന്നു, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന രീതിയിൽ ഇവരുടെ സഹകരണം കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ AICCയെ സംബന്ധിച്ചിടത്തോളം VM സുധീരനെയും അതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രനെയും പോലെയുള്ള ആളുകളെ ഒഴിവാക്കാൻ അവർക്ക് സാധിക്കൂ. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേതാക്കളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ പാർട്ടിയിൽ വലിയ സ്ഥാനങ്ങൾ വഹിച്ചവരാണ്, വലിയ നേതൃത്വം കൊടുത്തവരാണ്, ഇപ്പോഴും മാസ് അപ്പീലുള്ളവരാണ്. ഒരുപക്ഷെ വേറൊരു രീതിയിലുള്ള അപ്പീലായിരിക്കാം അവർക്കുള്ളത്. ഇവിടുത്തെ മറ്റ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അപ്പീലുള്ള ആളുകളാണ് അവർ. അപ്പൊ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ വിചാരിക്കുന്നത് അത് നല്ലൊരു നടപടിയാണെന്നാണ്. പിന്നെ ഇപ്പൊ നേരത്തെ സജീവൻ പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പാർട്ടി ഇങ്ങനെ മുകൾ തട്ടിൽ കുറെ നേതാക്കളെ ഉൾപ്പെടുത്തി KPCC പുറമെ ഒരു വലിയ സമിതി ഉണ്ടാക്കുന്നു. ആ സമിതിയിൽ 10-36 പേര് നേതാക്കളെല്ലാം ഉൾപ്പെടുന്നു. അവർ പലപ്പോഴും തർക്കിക്കാൻ വേണ്ടി യോഗം ചേരുന്നു. ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ അത്തരം ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓരോ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുമ്പോഴും പല കാര്യങ്ങളുടെ പേരിൽ അവർ പടങ്ങുന്നതും പരസ്യ വിമർശനങ്ങളിലേക്ക് പോകുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്ന് കരുതി ഈ സമിതി അനാവശ്യമാണ് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പെട്ടെന്നൊരു യോഗം ചേർന്ന് ഈ വലിയ നേതാക്കളെല്ലാം ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഒരുമിച്ചുള്ള ഒരു സമിതി യോഗം ചേർന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതത്ര ഒരു എന്താ പറയാ തീർത്തും അനാവശ്യമോ അസംബന്ധമാണ് എന്ന് വിചാരിക്കുന്ന എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അങ്ങനെ കരുതുന്നുമില്ല. പിന്നെ ഗ്രൂപ്പിൽ നിന്ന് പ്രാതിനിധ്യം കുറവാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതുപോലെ തന്നെ T സിദ്ദീഖും അടക്കമുള്ള ആളുകളൊക്കെ എന്താ പറയാ പഴയ പോലെ ഗ്രൂപ്പിന്റെ ലിസ്റ്റിൽ പട്ടികയിൽ പെടുത്താൻ പറ്റില്ലെങ്കിൽ പോലും ഗ്രൂപ്പുകാരായിട്ടുള്ള കുറെ പേരെയൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അവര് മുഴുവൻ പാടെ തഴിഞ്ഞു എന്ന് പറയുന്നതിലൊന്നും നമുക്ക് അങ്ങനെ യോജിക്കാനും നിവൃത്തിയില്ല. പഴയ പോലെ ആ ഗ്രൂപ്പിനകത്ത് തന്നെ വിഘടന ഉണ്ടാകുകയും അവര് വേർപിരിഞ്ഞ് പല പുതിയ നിലപാടുകളും പുതിയ എന്താ പറയാ ഗോഡ് ഫാദേഴ്സിനെയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ സ്വയം കണ്ടെത്തുമ്പോൾ അവരൊക്കെ ഇപ്പൊ T സിദ്ദീഖിനെ മലബാർ മേഖലയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുന്ന നേതാവാണ്. അതുപോലെ തന്നെ തിരുവഞ്ചൂരിനെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവിനെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല. ഏത് അക്കൗണ്ടിലായാലും ഏത് ഗ്രൂപ്പിന്റെ അക്കൗണ്ടിലായാലും അദ്ദേഹത്തേക്ക് ഒഴിവാക്കാൻ പറ്റുമോ? അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ കോഴിക്കോട് MK രാഘവൻ സീനിയർ നേതാവാണ്. അദ്ദേഹം മറ്റേ AICC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മെയിൻ സ്ട്രീമിൽ നിന്ന് മാറി ശശി തരൂരിന്റെ വിശ്വസ്തനായി ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. അതിന്റെ പേരിൽ ശശി തരൂരിനെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ AICC തയ്യാറായി. എന്നാൽ ഇവിടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ MK രാഘവനെ ഉൾപ്പെടുത്തില്ല എന്ന് പറയുന്നത് ശരിയാണോ? പലവട്ടം അദ്ദേഹം കോഴിക്കോട് പോലുള്ള ഒരു സീറ്റിൽ നിന്ന് തുടർച്ചയായിട്ട് ജയിച്ചു വരുന്ന ഒരാളാണ്, ജനസ്വാധീനമുള്ള ആളാണ്. അങ്ങനെ നോക്കുമ്പോൾ ആരെയാണ്, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ആരെയാണ് ഒഴിവാക്കുക എന്നുള്ള ചോദ്യം പ്രസക്തം തന്നെയാണ്. മാത്രമല്ല ഇപ്പൊ അദ്ദേഹം പറഞ്ഞു താഴെ തട്ടിലുള്ള ഈ ബൂത്ത് കമ്മിറ്റികൾ അല്ലെങ്കിൽ യൂണിറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കുക. എന്റെ അറിവിൽ അതിനുള്ള തീവ്ര ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ തൃശ്ശൂർ ജില്ലയിലൊക്കെ ഞാനൊരു പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. ആ പഞ്ചായത്തിലൊക്കെ മിക്കവാറും എല്ലാ സ്ഥലത്തും ഇതുപോലത്തെ യൂണിറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കുകയും അവരോട് നിശ്ചയിച്ച് പാർട്ടി നിർദ്ദേശമനുസരിച്ചുള്ള പണം പിരിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചില സ്ഥലങ്ങളിൽ പാർട്ടിക്ക് പ്രായണ ശക്തി കുറഞ്ഞ സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ യൂണിറ്റ് കമ്മിറ്റികൾ ഉണ്ടാവില്ലായിരിക്കാം. എങ്കിലും ഒരു പരിധി വരെയെങ്കിലും യൂണിറ്റ് കമ്മിറ്റികൾ നിലവിൽ വന്നിട്ടുണ്ട്, അവ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പുതിയ ഉണർവ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ള ഒരു സംഘാടന അല്ലേ സാധ്യമാകുള്ളൂ. യൂണിറ്റ് കമ്മിറ്റികൾ സജീവമായിട്ട് പ്രവർത്തിക്കണം, ബൂത്ത് തലത്തിൽ നേതാക്കൾ പ്രവർത്തിക്കണം. അതുപോലെ തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസം എല്ലാ പാർലമെന്റ് മണ്ഡലത്തിലും കോർഡിനേറ്റർമാരെ നിയമിച്ചു. ഒരു യൂത്ത് കോൺഗ്രസിന്റെ കോർഡിനേറ്റർമാരും വരുന്നു എന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും പാർട്ടി തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുക തന്നെയാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കോൺഗ്രസ് പോലുള്ള ഒരു അയഞ്ഞ ചട്ടക്കൂടുള്ള ഒരു സംഘടനയിൽ പലപ്പോഴും ഒരു കേഡർ സ്വഭാവം ഇല്ലാത്ത കേഡർ സെമി കേഡർ ആക്കും എന്ന് സുധാകരൻ പറഞ്ഞെങ്കിലും പല കാരണങ്ങളാൽ സെമി കേഡറും ആയില്ല, ഇനിയിപ്പോ ഹാഫ് കേഡറും ആയില്ല എന്നുള്ളതാണ് വസ്തുത. പാർട്ടി ഇപ്പോഴും പഴയ പോലൊക്കെ തന്നെയാണ്. എങ്കിലും ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പോസിറ്റീവായിട്ട്, ചില കാര്യങ്ങൾ ഇപ്പോഴും നടത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ് ആണ് പാർട്ടി, അതെപ്പോഴും ഒരു ആൾക്കൂട്ടത്തിന്റെ സ്വഭാവം കാണിക്കുന്ന പാർട്ടിയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഇങ്ങനെ എന്താ പറയാ പ്രവർത്തനം ഉള്ള ഒരു പാർട്ടി എന്നൊക്കെയുള്ള ആക്ഷേപം അതിനിപ്പോഴും ഉണ്ട്. അത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനൊന്നും അത്ര എളുപ്പമല്ല. പക്ഷെ ആ അയഞ്ഞ ചട്ടക്കൂടിന് അതിൻ്റെതായ ഒരു ശക്തിയുണ്ട്. അതിനകത്ത് കല്ലെ പിളർക്കുന്ന കൽപ്പനകളില്ല. ഇനി അഥവാ ആരെങ്കിലും കല്ലെ പിളർക്കുന്ന കൽപ്പന പുറപ്പെടുവിച്ചാൽ അത് അതേപടി അംഗീകരിക്കുന്ന സ്വഭാവവും പാർട്ടി അണികൾക്കുമില്ല. അതുകൊണ്ടാണല്ലോ അവരൊക്കെ കോൺഗ്രസ്സുകാരായി തന്നെ നിൽക്കുന്നത്.
മറിച്ച് അങ്ങനെ അല്ലാത്ത പാർട്ടികളുണ്ട്. ആ പാർട്ടികളിലേക്ക് പോകാതെ ഇപ്പോഴും കോൺഗ്രസ്സുകാരായിട്ട് നിൽക്കുന്നതിന്റെ ഒരു കാരണം തന്നെ വിയോജിക്കാനുള്ള അവകാശമുണ്ട്, എതിർക്കാനുള്ള അവകാശമുണ്ട്, പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്, വേണമെങ്കിൽ പോടാ പുല്ലേ എന്ന് പറയാനുള്ള തന്റെ ഇടം, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാലും ആ പാർട്ടിക്കകത്ത് ഒരു പരിധി വരെയൊക്കെ നിന്ന് പിഴയ്ക്കാനും പറ്റും. അപ്പൊ അത് ഒരേ സമയം ശക്തിയാണ്, ദൗർബല്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഇങ്ങനെയൊക്കെ തന്നെയാണ് മുൻപും എന്നും പ്രവർത്തിച്ചിരുന്നത്. ഇപ്പൊ രാഷ്ട്രീയകാര്യ സമിതി 18-ൽ നിന്ന് 36 അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെങ്കിൽ ഉണ്ടാവട്ടെ. ഏതായാലും അതിനകത്ത് ഒഴിവാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇപ്പൊ സുധീറിനെ ഒഴിവാക്കിയിരുന്നെങ്കിൽ, ശശി തരൂരിനെ ഒഴിവാക്കിയിരുന്നെങ്കിൽ, MK രാഘവനെ ഒഴിവാക്കിയിരുന്നെങ്കിൽ, ഇത്രയൊക്കെ പാടുപെട്ട് കോൺഗ്രസിലേക്ക് വന്ന് വളരെ ശക്തമായിട്ട് ചെറുപ്പക്കാർക്ക്, യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അവരിനി പാർട്ടി പിടിക്കണം എന്ന രീതിയിലുള്ള അഭിപ്രായം പറയുന്ന ചെറിയാൻ ഫിലിപ്പിനെ പോലുള്ള തീപ്പൊരികളെയൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് കുറച്ചുകൂടി ബുദ്ധിപരമായ, കുറച്ചുകൂടി ഒരു ദൈക്ഷണിക, കുറച്ചുകൂടി വെറും രാഷ്ട്രീയത്തിന് അപ്പുറത്ത് കുറച്ചുകൂടി മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുടെ പ്രാതിനിധ്യം കൂടി ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് ഒരുപക്ഷെ അതിന് ചെറിയ പോസിറ്റീവ് ഘടകങ്ങൾ ഉണ്ടായേക്കാം. ശ്രീ സജീവൻ, അങ്ങനെയാണോ ഇവരുടെയൊക്കെ വരവിനെ കാണുന്നത്? നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ശശി തരൂരിനെ ചേർത്ത് നിർത്താൻ നേതൃത്വം നടത്തുന്ന ശ്രമങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. VM സുധീരൻ ഈ അടുത്ത കോൺഗ്രസിനുള്ളിൽ 2 ഗ്രൂപ്പല്ല, ഇപ്പോൾ 5 ഗ്രൂപ്പും പിന്നീട് ഉപഗ്രൂപ്പും എന്നൊക്കെയുള്ള രൂക്ഷമായ ഭാഷയിൽ ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയ ആളാണ് മുല്ലപ്പള്ളി. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ വരുന്നു. ശ്രീ പൊടിപ്പാറ പറയുന്നത് പോലെ തന്നെ വിമർശനം ഉന്നയിക്കുന്നവരെ ചേർത്ത് നിർത്തണം, അതാണ് നേതൃത്വത്തിന്റെ കടമ. പക്ഷേ അത് ഈ നിലയിലാണോ? അവർ വിമർശനം ഉന്നയിച്ച ഘട്ടത്തിൽ ഈ VM സുധീരനെതിരെ K സുധാകരൻ നടത്തിയ പരാമർശങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ചേർത്ത് നിർത്തണമെന്നില്ലാത്ത തോന്നൽ ഇപ്പോൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇല്ല, ഇവര് എതിർക്കുന്ന ആളുകളെ ചേർത്ത് നിർത്തുക എന്നുള്ളത് മാത്രമല്ല. ഇപ്പൊ സുധീരൻ പാർട്ടിയുടെ ഫോറത്തിനകത്ത് വെച്ചാണല്ലോ ഈ വിമർശനം ഉന്നയിച്ചിരുന്നത്. അത് പക്ഷേ അതെങ്ങനെയാണ് അത് പുറത്തു വന്ന എങ്ങനെയാന്നുള്ള കാര്യം വേറെ. പക്ഷെ അത് വെച്ചുകൊണ്ട് സുധാകരൻ നടത്തിയിട്ടുള്ള പ്രതികരണം പരസ്യമായിരുന്നു. അങ്ങനെ പരസ്യമായിട്ട് പ്രതികരണം നടത്തി. കോൺഗ്രസിന്റെ കേരളത്തിലെ ചുമതലയുള്ള ആള്, പുതിയതായിട്ട് വന്നിട്ട് താരിഖ് അൻവറിന് ശേഷം ചുമതലയുള്ള ആള് ഇതേപോലെ പരസ്യമായിട്ട് വിമർശിച്ചു. അപ്പൊ സുധീരന്റെ പ്രവൃത്തികളൊക്കെ പാർട്ടിക്കകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതിന്റെ രീതിയിലാണല്ലോ ഈ പരസ്യമായിട്ടുള്ള പുറത്തുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായിട്ടും അതൊക്കെ എന്തോ ആവട്ടെ, ഇനിയിപ്പം ഈ സുധീരനെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെയും ഒക്കെ ഒപ്പം ചേർത്ത് നിർത്തിയിട്ട് കൊണ്ടുപോകുന്ന നല്ല കാര്യം. എന്റെ ചോദ്യം ഇപ്പോൾ എന്താണ് ഈ പറയുന്ന രാഷ്ട്രീയകാര്യ സമിതിയുടെ ചുമതല? കാര്യമായിട്ട് ഒരു ചുമതലയും ഞാൻ കാണുന്നില്ല. കാരണം അത്രയേറെ ആളുകൾ KPCC-യിലുണ്ട്, അത്രയേറെ ആളുകൾ KPCC ഭാരവാഹികൾ ആയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് പിന്നീട് എന്താണ്? താഴെ തട്ടിലുള്ള യൂണിറ്റ് കമ്മിറ്റികൾ പണം പിരിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നത് അവരുടെ മെച്ചമല്ല. പണം പിരിച്ചു കൊടുക്കൽ ഏത് ആൾത്തരത്തിലും പറ്റും. കാരണം ഒരു റെസീറ്റുമായിട്ട് ആളുകൾക്കിടയിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കാശൊക്കെ കിട്ടുക, പണം പിരിച്ചു കൊടുക്കാം. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത്. CPM ഒക്കെ എത്രയോ കാലമായിട്ട് നടത്തുന്ന അവരുടെ ബ്രാഞ്ചിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം, അത് നിരന്തര സമ്പർക്കം അത് ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ അതാണ് അത് ഒരിക്കലും ഒരു കമ്മിറ്റി ആയിട്ടല്ലല്ലോ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള ലോക്കൽ കമ്മിറ്റി ആണെങ്കിൽ, ഏരിയ കമ്മിറ്റി ആണെങ്കിലും ഒക്കെ അതിന്റെ പ്രവർത്തനം ചിട്ടയായിട്ട് നടന്നു പോകുന്നതാണ്. BJP-യിൽ നടക്കുന്നുണ്ട്. അവർ ഓരോ സമിതി ഉണ്ടാക്കുമ്പോഴും അതിന് പ്രത്യേകമായ താല്പര്യങ്ങളുണ്ട്. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, BJP ദേശീയ തലത്തിൽ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് എനിക്ക് അത്ഭുതം തോന്നിയുള്ളതാണ്. മറ്റ് പാർട്ടികളിലെ MP-മാരെ ഇങ്ങോട്ട് ചാടിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി, അത് നമ്മൾ നേരത്തെ പറഞ്ഞു കേൾക്കാത്തതാണ്. പക്ഷെ അതിൽ തന്ത്രമുണ്ട്. പിന്നെ ഈ കോൺഗ്രസ് ഒരു ആൾക്കൂട്ടമാണ്, അതുകൊണ്ട് അതങ്ങ് എപ്പോഴും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പിന്നീട് ഒന്നിച്ചു കൂടിയിട്ട് വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറും എന്നൊക്കെ പറയുന്നതിന് ഇപ്പോഴത്തെ കാര്യം. പണ്ടത് ശരിയാണ്. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കോൺഗ്രസ്സുകാര്, അതിപ്പോ നേതാക്കന്മാർ പറഞ്ഞാലും ഇല്ലെങ്കിലൊക്കെ കോൺഗ്രസ് മനസ്സുള്ള ആളുകൾ, കോൺഗ്രസിനോട് അനുഭാവമുള്ള ആളുകൾ പോയിട്ട് വോട്ട് ചെയ്യുന്നത് ഈ കോൺഗ്രസ് ചിഹ്നത്തിലായിരിക്കും. ഒന്നുകിൽ കൈപ്പത്തി ചിഹ്നത്തിൽ, അതിനു മുമ്പ് പശുവിൻ കിടാവും ചിഹ്നത്തിലൊക്കെ ആണ് ആളുകൾ വോട്ട് ചെയ്തിരുന്നത്. അത് അവരോട് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അതൊരു രീതിയായിരുന്നു. പക്ഷെ ഇപ്പോഴതല്ല. ഇവിടെ 2 മുന്നണികൾ, ഒരു മുന്നണി പോയിട്ട് വേറൊരു മുന്നണി, ആ മുന്നണി പോയിട്ട് ഈ മുന്നണി എന്ന് പറയുന്ന രൂപത്തിലുള്ള അല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ. നമുക്കറിയാം, ഈ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് അക്കൗണ്ട് തുറക്കണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് നരേന്ദ്രമോദി 2 തവണ ആയിട്ട് ഇപ്പൊ വന്നു കഴിഞ്ഞ് ഇനി അദ്ദേഹം വരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തില്
സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ പോരാ. ശ്രീ സജീവൻ, താങ്കൾ പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ടുള്ള പോയിന്റാണ്. ആ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ പോരാ. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം വെച്ചുള്ള KPCC പുനഃസംഘടന എന്ന് പറയുമ്പോൾ രാഷ്ട്രീയകാര്യ സമിതി ഇത്തരത്തിൽ ജമ്മോ കമ്മിറ്റി ആകാൻ കാരണം ഗ്രൂപ്പുകളാണ്. പക്ഷേ ആ ഗ്രൂപ്പുകളുടെ പരാതി അപ്പോഴും തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വളരെ നന്ദി ശ്രീ സജീവൻ, ജോർജ് പൊടിപ്പാറ ടുഡേസ് ഡിബേറ്റിൽ സഹകരിച്ചതിന്.